പത്തനംതിട്ട എന്നല്ല, ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ആക്ച്വലി 10-15 ദിവസം കണ്ടിന്യൂസ് ഷിഫ്റ്റ് ആയിരുന്നു, മടുത്തു. അപ്പോൾ ടയേർഡായിട്ട് ഒരു ദിവസം ലീവ് എടുത്തതാണ്. ലീവ് എടുത്തിട്ടാണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബോറ്. അതാണിപ്പം വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയത് കേട്ടോ. പത്തനംതിട്ട എന്നല്ല, ഈ ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ മേടിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ ആയി. അപ്പോൾ ഇതുവരെ മേടിക്കണം എന്ന് വന്ന അപ്പോൾ ആ സമയം തൊട്ട് ഓർക്കുന്നൊരു സാധനമാണ്. അങ്ങനെ അത് മേടിക്കാൻ ഞാനിന്ന് ഇറങ്ങി. അപ്പോൾ മഴയാണ്, മഴയത്തപ്പോൾ ഇച്ചിരി വൈബ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്കൂട്ടറിലൊക്കെയാണ് ഇതാ പോകുന്നത്. പോയി നോക്കാം ഇത് എങ്ങനെയാണെന്ന്. എനിക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം പോയി നോക്കി അത് കണ്ട് എങ്ങനെ മേടിക്കുന്നതൊക്കെ നോക്കട്ടെ. അപ്പം നമുക്ക് പോയി നോക്കാം. ആ ദൂരെ കാണുന്നതാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുള കണ്ണാടികൾ പ്രൊഡക്ഷനും അതിൻ്റെ സെയിലും എല്ലാം നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ രണ്ട് സൈഡിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. 2005 ആറന്മുള കണ്ണാടിക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടി. അതുകൊണ്ട് തന്നെ ആറന്മുള പഞ്ചായത്തിലെ വിശ്വബ്രാഹ്മണ എന്നുള്ള സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് അറൗണ്ട് 90% ഈ കണ്ണാടി ഉണ്ടാക്കുന്നത് ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. ഇന്നും കോപ്പറും വെച്ചുണ്ടാക്കുന്ന ഒരു അലോയ് മെറ്റൽ പോളിഷ് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ കണ്ണാടി. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റിഫ്ലക്ഷൻ ആ ഒരു സർഫസിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് വളരെ ക്ലിയർ ആയിരിക്കും അതിൽ നിന്ന് കാണുന്ന ഇമേജ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതാകെ ഇപ്പം ഇവിടെ ഈ ഒരു പഞ്ചായത്തിൽ വരുന്ന ഈ സമുദായത്തിൽ പെടുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. അറൗണ്ട് 10 പേരെ ഇപ്പം നിലവിൽ ഈ കണ്ണാടി ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വരുന്ന ആൾക്കാരുള്ളൂ. ഇത് മുരുകൻ ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു ചേട്ടനാണ് ഫ്രണ്ടിൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുക. അത് പിത്തള അഥവാ ബ്രാസിലാണ് അവരത് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൽ മുഴുവൻ കൊത്തുപണികളെല്ലാം ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ അവരിതിങ്ങനെ ഈ ഒരു ഹാൻഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവരിത് പോളിഷ് ചെയ്യും. ഇതാണ് ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിൽ വരുന്ന ആൾക്കാരുടെ പേര് കേട്ടോ. ഇതിനകത്തിപ്പോൾ 10 പേര് നിലവിൽ ചെയ്യുന്നതുള്ളൂ. ഞാൻ ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് കണ്ണാടിയുടെ ഫ്രെയിം അറൗണ്ട് 1800 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. അതിൽ തുടങ്ങി അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്കേ ഉള്ളൂ ബാക്കിയെല്ലാം. 1.5 ഇഞ്ചാണ് അതിൻ്റെ സൈസ് കേട്ടോ. പിന്നെ ഈ ഒരു കണ്ണാടിയുടെ സൈസ് കൂടുന്നതനുസരിച്ചാണ് റേറ്റ് കൂടുന്നത്. ഇതിനൊക്കെ 3000 രൂപയാണ് പറഞ്ഞത്. ഇത് 2 ഇഞ്ചിൻ്റെ. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും കേട്ടോ. നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അതുപോലെ ഈ കാണുന്നതുണ്ട്, ഇത് സൈസ് നോക്കണ്ട, ഇത് 5500 രൂപയാണ് ഇതിൻ്റെ വില. ഈ കാണുന്നത് 8 ഇഞ്ചിൻ്റെയാണ്. ഇവരൊരു കുടുംബത്തിന് വേണ്ടി ചെയ്തതാണ്. അറൗണ്ട് 5.5 ലക്ഷം രൂപയാണ് ഇതിനവർ വില പറഞ്ഞേക്കുന്നത് കേട്ടോ. അങ്ങനെ 2.5 ഇഞ്ചിൻ്റെ ഈ കണ്ണാടി മേടിക്കാൻ ഞാൻ തീരുമാനിച്ചു. അറൗണ്ട് 4000 റുപ്പീസാണ് ഇതിൻ്റെ വില അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സൈസൊക്കെ നോക്കി ബില്ലൊക്കെ എഴുതി നമുക്ക് തന്നു. പിന്നെ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, പോളിഷ് ചെയ്യുന്നതെന്നൊക്കെ ഈ ചേട്ടൻ കാണിച്ചു തരുമൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പോളിഷ് ചെയ്ത് വേണം വെച്ചിരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കളർ മങ്ങും. പോളിഷ് ചെയ്യുമ്പോൾ കളർ അതുപോലെ കൂടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.